ഇന്നത്തെ നമ്മുടെ വീഡിയോയെ കുഴൽക്കിണറിലൊക്കെ വെള്ളം സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പം ബാത്റൂമൊക്കെ വല്ലാണ്ട് മഞ്ഞക്കറ പിടിച്ച് അല്ലെങ്കിൽ കരിമൺ കുത്തിയതുപോലൊക്കെ ആകാറുണ്ടല്ലേ. അത് നമുക്ക് എങ്ങനെ നിമിഷ നേരം കൊണ്ട് ക്ലീനാക്കി എടുക്കുക എന്നുള്ളതാണ്. കൂടെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. ആദ്യം തന്നെ നമുക്ക് പവർഫുൾ ആയിട്ടുള്ള ടോയ്ലറ്റ് ക്ലീനർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കാത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം കല്ലുപ്പാണ് കേട്ടോ ആദ്യം നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഷാമ്പു അത് 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടയിൽ ഷാമ്പുവിൻ്റെ പൗച്ച് കിട്ടുമല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരു പൗച്ച് ഷാമ്പു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ലൈസോളാണ് കേട്ടോ. ഒരു 1/4 ഗ്ലാസോളം ലൈസോൾ നമ്മൾ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ഷാമ്പു ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഒരു മണമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പെട്ടെന്ന് ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഹാർപ്പിക്കാണ്. ഹാർപ്പിക്ക് ഒത്തിരി ഒന്നും വേണ്ട, 1 ടേബിൾ സ്പൂണോളം ഹാർപ്പിക്ക് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നല്ലപോലെ റിയാക്ഷനൊക്കെ നടന്നിട്ട് ഇതുപോലെ ഒന്ന് പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ കല്ലുപ്പൊക്കെ അലിഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ വേണം കേട്ടോ നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ പതയൊക്കെ അടങ്ങി നമുക്ക് ആ ഒരു വെള്ളം മാത്രമായിട്ട് കിട്ടും. ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ബോട്ടിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എത്രത്തോളം നമ്മൾ ഈ തയ്യാറാക്കിയെടുത്ത ലിക്വിഡ് ഉണ്ടോ അതേ അളവിൽ തന്നെ ഇനി ഈ ഒരു ബോട്ടിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു കുപ്പിയുടെ അടപ്പിന് ഒരു ചെറിയ ഹോൾസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാനും കുറച്ച് എളുപ്പമായിരിക്കും. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മണമൊക്കെയുള്ള ഒരു ടോയ്ലറ്റ് ക്ലീനറാണ് കേട്ടോ. ചുമ്മാതെ നമ്മൾ ടോയ്ലറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലഷ് ചെയ്താൽ പോലും പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ലൈസോളും ഹാർപ്പിക്കും ഒക്കെ നിങ്ങൾക്ക് 6 മാസത്തിൽ കൂടുതൽ ഒരൊറ്റ ബോട്ടിൽ ഉപയോഗിക്കാനായിട്ടും കഴിയും. ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോസറ്റിലും വാഷ് ബേസിലും ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉരച്ച് കഴുകിയാൽ തന്നെ അഴുക്കുകളൊക്കെ പോകും. മാത്രമല്ല നമ്മൾ ഇത് ഉപയോഗിച്ച് കഴുകിയാൽ ഒരു ദിവസം വരെ ആ ഒരു മണം ആ ഒരു ക്ലോസറ്റിലും അല്ലെങ്കിൽ ആ വാഷ് ബേസിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇതേ കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മുടെ വാഷ് ബേസിൻ ക്ലീൻ ആയി കിട്ടിയത്. ഇതേപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റും ക്ലീൻ ആക്കി എടുക്കാം. ഇതുപോലെ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരച്ച് കഴുകിയാൽ തന്നെ എത്ര കട്ടിയുള്ള മഞ്ഞക്കറിയാണെങ്കിലും അല്ലെങ്കിൽ കരിമൺ കുത്താണെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ബാത്റൂമുകളൊക്കെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സമയങ്ങളുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇതുപോലെ രാത്രിയിൽ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ ക്ലോസറ്റ് അടച്ച് വെച്ച് രാവിലെ ഫ്ലഷ് ചെയ്താൽ പോലും നല്ലപോലെ നമ്മുടെ ക്ലോസറ്റ് ക്ലീൻ ആയി കിട്ടും കേട്ടോ. ഇപ്പം വെക്കേഷനൊക്കെയാണ്, കുട്ടികളൊക്കെ വീട്ടിലുള്ളൊരു സമയമാണ്. ഇതുപോലെ നമ്മൾ ലിക്വിഡ് ഒന്ന് തയ്യാറാക്കി ബാത്റൂമിൽ വെച്ചാൽ ഓരോ പ്രാവശ്യം അവർ ബാത്റൂം യൂസ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്താൽ പോലും നമുക്ക് വീണ്ടും ബാത്റൂമിലേക്ക് കയറുന്ന സമയത്ത് നല്ല മണമായിരിക്കും. നമ്മുടെ ബാത്റൂം എപ്പോഴും നീറ്റായിട്ടും ഇരിക്കും. സ്പെക്സ് ഒക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്കറിയാം നമ്മൾ എത്ര ക്ലീൻ ചെയ്ത് വെച്ചാലും ചില സമയങ്ങളിൽ കണ്ണാടിക്കൊരു മങ്ങൽ ഉണ്ടാകാറുണ്ടല്ലേ. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ചെറിയൊരു പീസ് കോട്ടൺ എടുത്തിട്ട് നമ്മൾ അച്ചാറൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സുർക്ക ഉണ്ടല്ലോ, വിനാഗിരി, അതൊന്ന് ആ ഒരു കോട്ടണിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ കണ്ണാടി നല്ലപോലെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണി കൂടി ഉപയോഗിച്ചൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണാടി നല്ല പുതിയതുപോലെ കിട്ടും കേട്ടോ. ഒട്ടും തന്നെ പാടോ അല്ലെങ്കിൽ ആ ഒരു മങ്ങലോ ഒന്നും ഉണ്ടാവത്തില്ല. ചൂട് സമയം ആയതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ വിയർത്തിട്ട് കണ്ണാടിയുടെ കാലൊക്കെ അഴുക്ക് പിടിച്ചിരിക്കും. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും മാറത്തില്ല. അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കും. സുർക്ക കൊണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ കണ്ണാടി തുടയ്ക്കുന്ന തുണി ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് മിക്ക ആളുകളും കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കാറുണ്ടല്ലേ. ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ഗ്ലൗസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാത്രം കഴിയുമ്പം തന്നെ പെട്ടെന്ന് അത് ഊരിപ്പോരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് അടിപൊളി ഒരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഗ്ലൗസ് ഇതുപോലെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ആദ്യം കയ്യിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ നടുവിരലിൽ കൂടെ അങ്ങനെ ഒന്ന് ചുറ്റി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര പാത്രം കഴിയാലും എത്ര ജോലി ചെയ്താലും നമ്മുടെ ഗ്ലൗസ് അതുപോലെ തന്നെ കയ്യിൽ കിടക്കും കേട്ടോ. ഒട്ടും തന്നെ ചുളിയുകയോ അല്ലെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങി വരികയോ ഒന്നും ചെയ്യത്തില്ല. ഗ്ലൗസ് മാത്രമല്ല കേട്ടോ, ചില സമയങ്ങളിൽ നമ്മൾ വെറും പ്ലാസ്റ്റിക്കിൻ്റെ കവർ കയ്യിലേക്ക് ഇട്ടിട്ട് ഇതുപോലുള്ള ജോലികളൊക്കെ ചെയ്യാറുണ്ട്. അന്നേരവും നിങ്ങൾക്ക് ഈ ഒരു സൂത്രം ചെയ്ത് നോക്കാവുന്നതാണ്. ചൂടുകാലമായാൽ ഇതുപോലെ ഷൂ ഒക്കെ ഇട്ട് നമ്മൾ എവിടെയെങ്കിലും വെളിയിലേക്ക് പോയിട്ട് ഊരി വെക്കേണ്ടി വന്നാലും വല്ലാത്തൊരു സ്മെല്ല് ഷൂവിനുള്ളിൽ നിന്ന് വരാറുണ്ടല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതുപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഷൂവിനുള്ളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര കാല് വിയർത്താലും ഈ ഷൂവിനുള്ളിൽ നിന്ന് സ്മെല്ല് വരത്തില്ല കേട്ടോ. ചിലരൊക്കെ വല്ലാണ്ട് വിയർക്കുന്നവരായിരിക്കും. അപ്പോൾ ഷൂ ഒക്കെ ഇട്ട് നമ്മൾ പബ്ലിക് പ്ലേസിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ ഒന്ന് ഊരി വെക്കേണ്ടി വരുന്ന സമയങ്ങളിൽ വല്ലാണ്ട് സ്മെല്ല് വന്നിട്ട് നമുക്ക് തന്നെ ഒരു അരോചകമായിട്ട് തോന്നും. അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ്.
അതുപോലെ തന്നെ സോക്സ് ഇടുന്നതിന് മുമ്പ് സോക്സിനുള്ളിലേക്ക് കുറച്ച് ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കാല് വിയർക്കത്തില്ല കേട്ടോ. ഈ ഒരു ചൂടുകാലത്ത് ഈ 2 ടിപ്പും തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകും. മക്കളൊക്കെ സ്കൂളിൽ പോകുന്നവർക്കറിയാം, വൈകിട്ട് വരുന്ന സമയത്ത് ഷൂവും സോക്സും ഒക്കെ ഊരുമ്പം വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ച് നോക്കൂ, നല്ല പോലെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു വീഡിയോയിൽ കാണിച്ച ടിപ്പുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുത്. ഞാൻ സോക്സ് കഴുകി ഉണക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതുപോലെ 2 സോക്സിലും ടാൽക്കം പൗഡർ ഇട്ടതിന് ശേഷം ഈ ഒരു രീതിയിൽ മടക്കിയാണ് കേട്ടോ അലമാരയിൽ വെക്കുന്നത്. അപ്പോൾ രാവിലെ കുട്ടികൾക്ക് എടുക്കുന്ന സമയത്ത് അതിൻ്റെ പേരൊന്നും മിക്സ് ആവത്തില്ല, അവർക്ക് തന്നെ എടുത്ത് ഉപയോഗിക്കാനും എളുപ്പമായിരിക്കും. അടുത്ത ടിപ്പ് നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒന്നാണ് കേട്ടോ. പലരും ചെയ്യുന്നതായിരിക്കാം, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. ഇതുപോലെ നമ്മൾ സാനിറ്ററി പാഡ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ദൂരയാത്രയ്ക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ രാത്രിയിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്തോ ഇതിൻ്റെ പൊസിഷനൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ചായി അല്ലെങ്കിൽ ചുരുങ്ങിയിട്ട് ലീക്കേജ് ഒക്കെ വരാറുണ്ടല്ലേ, അത് ഒഴിവാക്കാനായിട്ട് ആദ്യം നമ്മൾ സാനിറ്ററി പാഡ് ഇതുപോലെ ഇന്നറിലേക്ക് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ 2 സൈഡിലെ വിങ്സ് ഉണ്ടല്ലോ, ആ ഒരു വിങ്സ് ചെറുതായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇന്നറിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എത്ര തിരിഞ്ഞോ മറിഞ്ഞോ ഒക്കെ കിടന്നാലും നമ്മുടെ പാഡിൻ്റെ പൊസിഷൻ ചേഞ്ച് ആവത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലീക്കേജും ഉണ്ടാവില്ല. ഇതുപോലെ ഇന്നറിൻ്റെ ഉൾഭാഗത്ത് സാനിറ്ററി പാഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ച് വെച്ചതിന് ശേഷം വിങ്സ് ചെറുതായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇന്നറിൻ്റെ 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര സമയം കഴിഞ്ഞാലും ഈ ഒരു സാനിറ്ററി പാഡ് ചുരുങ്ങിയോ ലീക്കേജ് വരികയോ ചെയ്യില്ല. ഈ ഒരു രീതിയിൽ സാനിറ്ററി പാഡ് ഉപയോഗിക്കുന്നവരെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ മക്കൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ, പ്രത്യേകിച്ചും യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പം നമ്മുടെ വീട്ടിൽ പ്രായമായവരോ കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നിറയെ സ്വിച്ചുകളുള്ള സ്വിച്ച് ബോർഡിൽ ഏതാണ് ഫാനിൻ്റെ സ്വിച്ച്, ടി വിയുടെ സ്വിച്ച് അല്ലെങ്കിൽ ലൈറ്റിൻ്റെ സ്വിച്ച് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പെട്ടെന്ന് അവർക്ക് മനസ്സിലാകാനായിട്ട് ഇതുപോലെ നീൽ പോളിഷോ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. നെയിൽ പോളിഷിന് പകരം സ്റ്റിക്കർ പൊട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുഞ്ഞു കുഞ്ഞു ഉപകാരപ്രദമായിട്ടുള്ള കുറേ ടിപ്പുകളാണ് കാണിച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. ഒപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.